നാൻ കട്ടായി ഉണ്ടാക്കുന്നത് കാണാം. ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്തു നോക്കണേ. ദയവായി ലൈക്ക് ചെയ്യണേ. ഈ ബിസ്ക്കറ്റ് ഉണ്ടാക്കാൻ 4 ചേരുവകളാണ് എടുത്തിട്ടുള്ളത്. എടുക്കുന്ന അതേ പാത്രത്തിൽ തന്നെ എല്ലാ ചേരുവകളും എടുക്കാം. മൈദ 1 കപ്പ്, പൊടിച്ച പഞ്ചസാര 1 കപ്പ്, നട്ട്സ് പൊടിച്ചത് 1 കപ്പ്, 1/4 ടീസ്പൂൺ ഉപ്പ്. ഇത്രയും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. മൈദ അരിച്ചെടുക്കാം. 1 കപ്പ് ഉരുകിയ നെയ്യ് കുറേശ്ശെയായി 2-3 പ്രാവശ്യം ആയിട്ട് ഒഴിക്കാം. സ്പൂൺ വെച്ച് ഇളക്കിയ ശേഷം കൈകൊണ്ട് മിക്സ് ചെയ്യാം. ചിലപ്പോൾ കുഴയ്ക്കുമ്പോൾ നെയ്യ് 1 കപ്പ് വേണ്ടിവരില്ല, അതുകൊണ്ടാണ് കുറച്ചു വീതം ഒഴിക്കുന്നത്. ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഏലക്ക പൊടിച്ചതും ചേർക്കാം. 1-1/2 മിനിറ്റ് കുഴച്ച് എടുക്കാം. തോനെ നേരം കുഴക്കേണ്ട, കൈകൊണ്ട് കുഴച്ചെടുക്കാം. ഇനി മാവ് റെഡിയായി കഴിഞ്ഞു. കുറേശ്ശെ എടുത്ത് ഓരോ ഉരുളകളാക്കാം. ചെറുതായിട്ട് കൈവെള്ളയിൽ വെച്ച് ഒന്ന് പതുക്കെ എടുക്കാം. എല്ലാം അങ്ങനെ തന്നെ ചെയ്യാം. ഓവൻ സെറ്റപ്പ് റെഡിയാക്കി എടുക്കാം. ഗ്യാസ് ഓൺ ചെയ്തു ഒരു അലൂമിനിയം പാത്രം വെക്കാം. 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ട് ചൂടാക്കാം. പാത്രത്തിലോട്ട് ബിസ്ക്കറ്റ് വെച്ച് കൊടുക്കാം. 25 മിനിറ്റിൽ ലോ ഫ്ലെയിമിൽ വയ്ക്കാം. ബിസ്ക്കറ്റ് റെഡിയായി കഴിഞ്ഞു. ഇത് കണ്ടാൽ മനസ്സിലാകുമല്ലോ ഇതിന്റെ രുചി എന്താണെന്ന്. ഇതേപോലെ തന്നെ ചെയ്താൽ ഇതുപോലെ തന്നെ കിട്ടും. നാളെ വേറൊരു വീഡിയോയുമായി വീണ്ടും വരാം.